ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سمعوا ما أنزل إلى الرسول ترى أعينهم تفيض من الدمع مما عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين. وما لنا لا نؤمن بالله وما جاءنا من الحق ونطمع أن يدخلنا ربنا مع القوم الصالحين. വേദിയിലുള്ള ISMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സജ്ജാദ്, എൻ്റെ സുഹൃത്ത് റാഫി, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനനായ നബീൽ രണ്ടത്താണി, മറ്റു വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ISM സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ച മതവാണിഭം പൗരോഹിത്യം പ്രതിക്കൂട്ടിൽ എന്ന പ്രചാരണ പരിപാടി വമ്പിച്ച ജനാവലികളുടെ സാന്നിധ്യത്തിൽ തന്നെ കേരളത്തിലെ നാനാജാതി മതവിഭാഗങ്ങളുടെയും വിഭിന്ന സംഘടനാ കമ്പാർട്ട്മെന്റുകളിൽ ജീവിക്കുന്നവരുടെയും സജീവമായ സാന്നിധ്യം കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് തീർച്ചയായും ഇവിടെയും ഈ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെടുന്നത്. ഈയൊരു സന്ദർഭത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനക്ക് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലും അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലും ഉണ്ടായ ഏതെങ്കിലും ഒരു സംഗതിയെ വിചാരണ നടത്താനും ചോദ്യം ചെയ്യാനും വിമർശിക്കാനും വേണ്ടിയല്ല
ഈ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കേരളത്തിലുടനീളം യഥാർത്ഥത്തിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ഒരു കാലത്തും മുജാഹിദ് പ്രസ്ഥാനം അത്തരം ഒരു ശ്രമത്തിന് മുതിർന്നിട്ടുമില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ ബഹുമാനനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ചില വെളിപ്പെടുത്തലുകളും ജനകീയ വിചാരണകളും മാധ്യമ ചർച്ചകളും വിഷ്വൽ മീഡിയകൾ അതിശക്തമായി ഏറ്റെടുത്തതുമൊക്കെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. പക്ഷെ ആ ചർച്ചകളെ നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ചെയ്ത ആളുകൾക്ക് വളരെ കൃത്യമായി മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനെ അറ്റാക്ക് ചെയ്യാനായിരുന്നു മിക്കവാറും ആളുകൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിച്ചതും യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്തതും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ അത്തരം വിമർശനങ്ങൾക്കും അത്തരം ആക്രമണങ്ങൾക്കും വേണ്ട എത്രയോ ഡോക്യുമെന്റുകളും ഡാറ്റകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നാൽ ഈ വിഷയവുമായി കേരളത്തിലെ സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് സംസാരിക്കുകയോ അത് വിമർശന വിധേയമാക്കുകയോ അത് വിചാരണ വിധേയമാക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുസ്ലിം സമൂഹത്തോട് ചെയ്ത, വിശേഷിച്ച് മുസ്ലിം സമൂഹത്തോട് ചെയ്ത ഈ കൊടും ക്രൂരതയുടെയും കൊടും ചതിയുടെയും വിലയിരുത്തലും വിമർശനങ്ങളും അതിന്റെ വിചാരണയുമായി യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ്. തുടങ്ങിയ ആളുകളൊക്കെ പലരും ഈ ചർച്ച അവസാനിപ്പിക്കാനായി എന്ന് ടൈറ്റിൽ തന്നെ കൊടുത്തു. വേറെ പല ആളുകളും ഇതിന്റെ ഏറ്റവും ഉപശാഖകളിൽ പോയി സംസാരിച്ചും തർക്കിച്ചും നിൽക്കുകയാണ്. വേറെ ചില ആളുകൾക്ക് ഒരിക്കലും ഇതിൽ സംസാരിക്കാൻ കഴിയാത്ത വിധം അവരുടെ രംഗങ്ങൾ ബ്ലോക്കായി പോയിരിക്കുകയാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം ധീരമായി പ്രഖ്യാപിക്കുന്നു, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലയോ, അതല്ലെങ്കിൽ ഖുനൂത്തും കൂട്ടപ്രാർത്ഥനയും അത് അനുവദിക്കപ്പെട്ടതാണോ അല്ലയോ, കുത്താറാത്തീബും അതേപോലെ തന്നെ കുത്തുബിയത്തും ഇസ്ലാമിൽ ഉള്ളതാണോ അല്ലയോ എന്ന ചർച്ച കേരളത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം കാന്തപുരം കേരളത്തിൽ കൊണ്ടുവന്ന മുടിവാണിഭത്തിന്റെയും അതേപോലെ തന്നെ ഈ കച്ചവടത്തിന്റെയും കഥകൾ അനാവരണം ചെയ്യാനും അത് പൊളിച്ചെഴുതാനും മുജാഹിദ് പ്രസ്ഥാനം ബാധ്യസ്ഥരാണ് എന്നത് ഞാൻ വളരെ കൃത്യമായി ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കാന്തപുരത്തോടുള്ള വിരോധത്തിന്റെയും കാന്തപുരത്തിന്റെ സംഘടനാ പ്ലാറ്റ്ഫോമിനെ ആക്രമിക്കുന്നതിന്റെയും അപ്പുറത്ത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ വൈകാരികമായ വിഷയമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കച്ചവടത്തിന് വെച്ചു എന്നത് തന്നെയാണ് ആ വൈകാരികമായ പോയിന്റ്. നിങ്ങൾ എന്നെ സ്നേഹിക്കണം, നിങ്ങളുടെ ശരീരത്തെക്കാൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ ഭൂമിയിലുള്ള സർവ്വതിനേക്കാളും എന്ന് പഠിപ്പിച്ച മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ അർത്ഥത്തിൽ സ്നേഹിക്കാനും ആ അർത്ഥത്തിൽ പിന്നെ അദ്ദേഹത്തെ ഹൃദയത്തിലേറ്റാനും മുസ്ലിം സമൂഹത്തോട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയും അദ്ദേഹത്തിന്റെ സുന്നത്തുകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി കാലഘട്ടങ്ങളായി ശ്രമിക്കുകയും ചെയ്യുന്ന മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും പൊറുക്കാൻ കഴിയാത്ത, ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത ഒരു തെറ്റും ഒരു വീഴ്ചയുമാണ്. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾക്ക്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ അവിടുത്തെ ശേഷിപ്പുകൾക്ക് മഹത്വമുണ്ടെന്നും അതിന് പുണ്യമുണ്ടെന്നും മുൻഗാമികൾ ഏതിനൊക്കെ പുണ്യം കൽപ്പിച്ചുവോ, മുൻഗാമികൾ ഏതിനൊക്കെ പുണ്യകരമായ നിലക്ക് പരിഗണിച്ചുവോ അതിനെയൊക്കെ പരിഗണിക്കണമെന്നും റസൂലുള്ളാഹിയിൽ നിന്നുള്ള ശേഷിപ്പാണ്. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴിവാക്കിയിട്ട കാര്യങ്ങളാണ്. എന്നാൽ മുൻഗാമികൾ പരിഗണിക്കുകയോ അല്ലെങ്കിൽ ബഹുമാനിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ ബഹുമാനിക്കേണ്ടതില്ലെന്നും അതിനെ ആദരിക്കേണ്ടതില്ലെന്നും ആദരിച്ചതിനെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണമെന്നും സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് മുജാഹിദുകൾ. മുജാഹിദുകൾക്ക് റസൂലുള്ളാഹിയുടെ മുടിക്ക് ബർക്കത്ത് ഉണ്ട് എന്ന വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ ഇത്തരം പ്രചാരണ പരിപാടികൾക്ക് വരുന്നത്. അത് ബർക്കത്തില്ല, റസൂലുള്ളാഹിന്റെ ആസാറുകളെ ബഹുമാനിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം ചർച്ചകളുമായി മുന്നോട്ട് പോവുക സാധ്യമല്ല. സ്വന്തം സംഘടനയെയും സംവിധാനത്തെയും അണികളെയും പിടിച്ചു നിർത്താൻ വേണ്ടി ഔദ്യോഗികതയുടെ ലേബലുകൾ വെച്ച് മുന്നോട്ട് പോകുന്ന സമസ്തയെ സംബന്ധിച്ചിടത്തോളവും
ഈ ചർച്ചയുടെ രംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അത് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സംസാരത്തിലൂടെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കാം. അതുകൊണ്ട് ഞാൻ എന്റെ സംഭാഷണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്കെന്റെ ബഹുമാന്യരായ ശ്രോതാക്കളെ ഉണർത്താനുള്ളത്, ആരെങ്കിലും ഇത് ഏതെങ്കിലും ഒരു സംഘടനയെ അറ്റാക്ക് ചെയ്യാനും അവരെ ഇല്ലാതാക്കാനും ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക. എന്നാൽ ആശയപരമായി ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില സംഘടനകൾക്ക് അത് ദോഷം വരും. ചിലപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തു കൂട്ടിയ അക്രമങ്ങളും അനീതികളും അവർ ചെയ്തു കൂട്ടിയ മതവിരുദ്ധ പ്രവർത്തനങ്ങളും അത് വിചാരണ ചെയ്യപ്പെടുമ്പോൾ ജനങ്ങൾ അവരെ വെറുക്കാനും ജനങ്ങൾ അവരിൽ നിന്ന് വിട്ടുപോരാനും സാധ്യതയുണ്ട്. അതിൽ ചെയ്തു കൂട്ടിയവരാണ് പ്രതികളെന്നത് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ ഓരോ വേദിയിലും വ്യത്യസ്തമായ ഇതിന്റെ ഭാഗങ്ങളും വ്യത്യസ്തമായ ഇതിന്റെ തലങ്ങളും യഥാർത്ഥത്തിൽ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാന്തപുരം ഇവിടെ കൊണ്ടുവന്ന മുടിയും ആ മുടിയുടെ സനതും അതിനുവേണ്ടി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച പള്ളിയും ആ പള്ളിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും അതേപോലെ തന്നെ ആ മുടിയുടെ നീളവും ആ മുടിയുടെ എണ്ണവും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വളരെ കൃത്യമായി സാങ്കേതിക സംവിധാനങ്ങളുടെ സൗകര്യത്തോടു കൂടെ തന്നെ വളരെ കൃത്യമായി വിമർശന വിധേയമാക്കുകയും തെളിവുകൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദേശീയപാതയിലെ ഈ വളരെ ശാന്തമായ സദസ്സിന്റെ മുന്നിൽ എന്റെ ശബ്ദം അടുത്തു നിന്നും അകലെ നിന്നും കേൾക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളുടെ മുന്നിലും അതിന്റെ മറ്റൊരു തലത്തിലേക്ക് കടന്നു വരാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. അള്ളാഹു അതിനുള്ള തൗഫീഖിനെയും മഹാഭാഗ്യത്തെയും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം ഇതൊന്നും സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടിയില്ലായിരുന്നു. പ്രഭാഷണങ്ങളും വഴലുകളും പ്രചാരണങ്ങളും പ്രസംഗങ്ങളും മതപരമായ ബോധവൽക്കരണങ്ങളും ഒന്നും നമുക്ക് ആവശ്യമില്ലായിരുന്നു. മരണത്തിന്റെ ശേഷം നമുക്കൊരു ജീവിതമില്ലായിരുന്നുവെങ്കിൽ, മരണത്തിന്റെ ശേഷം നമുക്കുള്ള ജീവിതത്തിൽ നമ്മെ സഹായിക്കാനും നമ്മെ സപ്പോർട്ട് ചെയ്യാനും ലോകത്തെ സുഹൃത്തുക്കളെ ആർക്കും സാധ്യല്ല. ഇന്ന് രാത്രി ഞാൻ ധരിച്ച എന്റെ ഷർട്ടിന്റെ ബട്ടൺ ഞാൻ തന്നെ അഴിക്കുമെന്നത് ഒരുറപ്പില്ല. നാളെ രാവിലെ ചിലപ്പോൾ എന്റെ അയൽവാസി വന്നത് അഴിക്കുമ്പോ എന്റെ ഭാര്യയും കുടുംബങ്ങളും കടന്നു കരയുകയായിരിക്കും. 2-3 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് പോകാനുള്ള ഇടം എന്റെ നാട്ടിലെ പള്ളിയോ വേറെ ഏതെങ്കിലും സ്ഥലമോ ആയിരിക്കും. ഇതൊരു സത്യമാണ്. മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് വലിയ വണ്ണവും വലിപ്പവും ഉണ്ട് എന്നത് നമ്മൾ തെറ്റായി വിചാരിക്കുന്നതാണ്. ഈ വിചാരം നഷ്ടപ്പെടുന്നിടത്ത് ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി കേട്ടോളൂ സുഹൃത്തുക്കളെ. എന്റെ ഹൃദയത്തിന്റെ ആത്മാർത്ഥതയും ഈ സംസാരത്തിന്റെ പിന്നിലെ ലക്ഷ്യവും എന്റെ ഹൃദയം തുറന്നു കാണിക്കാൻ ലോകത്ത് വല്ല സംവിധാനവും ഉണ്ടെങ്കിൽ ഹംദും സലാത്തും ചെല്ലുന്നതിന് മുമ്പ് ഞാൻ അതായിരിക്കും ചെയ്യുക. കാരണം ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ചില മനസ്സുകളിൽ ശൈത്താൻ ഒരു ഫ്രെയിം രൂപപ്പെടുത്തുന്നുണ്ട്. ആ ഫ്രെയിമിൽ നിന്നിട്ടാണ് പലരും വിഷയം കേൾക്കുന്നത്. അത്തരം ഫ്രെയിമുകളിൽ നിൽക്കുന്നവരോട് ഞാൻ പറയുന്നു, നാളെ രാവിലെ 8 മണിക്ക് കക്കാട് ജുമാഅത്ത് പള്ളിയുടെ അങ്കണത്തിൽ എനിക്ക് വേണ്ടി തസ്ബീത്തുകൾ ഉയരും. എന്റെ ശരീരത്തിൽ എന്റെ മകനും എന്റെ പേരക്കുട്ടികളും അടക്കമുള്ളവർ മണ്ണ് വാരിയിടും. അങ്ങനത്തെ ഒരു സാധ്യതയുണ്ട് എന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ടെൻഷനോടുകൂടെ ആലോചിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ പരിപാടി നടക്കുമ്പോഴൊക്കെ അവര് ഫുൾ മസിൽ പവറിലാണ് ഉണ്ടാകുക. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ തെറ്റും കുറവും ന്യൂനതകളും നോക്കാനാണ് അവർ പലപ്പോഴും ശ്രമിക്കുക. അല്ലെ, ഇവിടെ അങ്ങനത്തെ ആളുകൾ ഉണ്ട് എന്നല്ല ഞാൻ പറയണത്. അങ്ങനെയാണ് പൊതുവെ ആളുകളുടെ ഒരു രീതി. പണ്ട് ഞാനും അങ്ങനെ തന്നെ ആയിട്ടുണ്ടാവുക. എന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ആയത്തോതി പഠിപ്പിച്ചൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. അള്ളാന്റെ ഖുർആൻ പറയാണ്, ഹക്കായ കാര്യങ്ങൾ കേൾക്കുമ്പോ എന്താണ് നമ്മുടെ സലഫുകൾ ചെയ്തത് അത് നമ്മൾ പരിശോധിക്കണം. വൈദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ, റസൂലിലേക്ക് ഒരു കാര്യം അവതരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതവര് കേട്ടാൽ, തറാ നബിയെ അങ്ങേക്കു കാണാം, അഅ്യുനുഹും തഫീളു മിനദ് ദംഇ, അവരുടെ കണ്ണിങ്ങനെ ചാലിട്ടൊഴുകുന്നത് അങ്ങേക്ക് കാണാം റസൂലേ. എന്നിട്ടോ എന്താണ് അങ്ങനെ കണ്ണീർ കണങ്ങൾ ഒഴുക്കി അവര് കരയാനുള്ള കാരണം? അവരുടെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്നത് ഇപ്പോൾ എൻഡോസ്കോപ്പിയിലൂടെ തെളിഞ്ഞതുകൊണ്ടല്ല, മകൻ ഒരു ആക്സിഡന്റിൽ ദേശീയപാതയിൽ മരിച്ചു കിടക്കുന്നത് കാണേണ്ടി വന്നതുകൊണ്ടല്ല, സാമ്പത്തിക ബാധ്യതകൾ വന്ന് നാട് വിടേണ്ടി വന്നതുകൊണ്ടല്ല, കരിപ്പൂരിലെ എയർപോർട്ടിൽ നിന്ന് അവസാനത്തൊരു നോട്ടവും നോക്കി
വിമാനം കയറാൻ 2 വർഷത്തെ പിന്നെ 2 വർഷത്തെ താമസത്തിന് ശേഷം തിരിച്ചു വരാനുള്ള യാത്ര ഒരുങ്ങുന്നത് കൊണ്ടല്ല, ഇതുകൊണ്ടൊന്നുമല്ല അവർ കരയുന്നത്. മറിച്ച് അവർ കരയുന്നതിന്റെ കാരണം എന്താണ്? മിമ്മ അറഫു മിനൽ ഹഖ്, ചില സത്യങ്ങൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോഴാ കിട്ടിയത്. 60-ാം വയസ്സിൽ 90-ാം വയസ്സിൽ മരിക്കാൻ കിടക്കുമ്പോ, ICUവിൽ കിടക്കുമ്പോ അവിടെ വന്ന ഒരു നേഴ്സ് പറഞ്ഞപ്പോഴാ മനസ്സിലായത്. ഒരു നേഴ്സ് പറഞ്ഞപ്പോ, അവിടെ ഉള്ള ഒരു കുട്ടി പറഞ്ഞു കൊടുത്തപ്പോഴാണ് മനസ്സിലായത്. അങ്ങനത്തെ അനുഭവവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉണ്ട്. മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ചില കുട്ടികളൊക്കെ, അവരെ നഴ്സിംഗ് രംഗത്തുള്ള ചില സുഹൃത്തുക്കളൊക്കെ അവരുടെ ചില അനുഭവങ്ങൾ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. എങ്കിൽ അവരെന്താ പറയാറിയോ? അവര് പറയാ തഫീദു അയ്യുനുഹും മിനദ് ദംഇ, കരഞ്ഞുകൊണ്ടവർ പറയും യഖൂലൂന റബ്ബന ആമന്ന, പടച്ചോനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, പടച്ചോനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. പള്ളിപ്പറമ്പ് കിടക്കണ വല്ലിപ്പ അങ്ങനെയല്ലേ? കാക്കക്കാരന്മാർ ഇങ്ങനെയല്ലേ? ഉസ്താദുമാർ എങ്ങനെയല്ലേ? ഇതൊന്നും അവർ ചിന്തിക്കൂല. അവരുടെ ഖബറിൽ കോടിക്കണക്കിന് പുഴുക്കൾ ബ്രോസ്റ്റ് കടയിൽ പോയി ബ്രോസ്റ്റ് ഞാൻ കഴിക്കുന്ന ആവേശത്തോടെ എന്നെ തിന്നു തീർക്കുന്ന ദിവസം, ആ ദിവസം മാത്രം ആലോചിച്ചിട്ട് സുഹൃത്തുക്കളെ, ഏത് സംഘടനയുടെയും മതപരമായ സംസാരങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയാൽ ചിലതൊക്കെ നമുക്ക് പഠിക്കാനും ചിലതൊക്കെ നമുക്ക് മനസ്സിലാകാനുണ്ടാകും. യഥാർത്ഥത്തിൽ കേരളത്തിൽ മുടി വിവാദം പുറത്തുവിട്ട കുറെ സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളെയാണ് ഞാൻ അനാവരണം ചെയ്യുന്നത്. മുടി വിവാദത്തിന്റെ നാൾ വഴിയല്ല. മുടി വിവാദത്തിന് ഇവിടെ ഒരു നാൾ വഴിയുണ്ട്. ആ നാൾ വഴി അത് കറക്റ്റ് ഒരു ബിസിനസ്സാണ്. ആ ബിസിനസിന്റെ എല്ലാ നിലക്കുമുള്ള നാളുവഴികൾ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഖബർ കച്ചവടം നടത്തുന്ന, അതേപോലെ തന്നെ കുത്താരാത്തീവ് കച്ചവടം നടത്തുന്ന, അതേപോലെ തന്നെ നേർച്ച കച്ചവടം നടത്തുന്ന, ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സന്ദർഭങ്ങളിൽ ചോദ്യങ്ങൾക്കനുസരിച്ച് ആവശ്യമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. ആ നടത്തുന്ന അതേ മാർക്കറ്റിലേക്ക് മുടി കൊണ്ടുവരുന്നതിന്റെ വളരെ ശക്തമായ ഒരു നാൾ വഴി, ആസൂത്രിതമായ ഒരു നാൾ വഴി, ഒരു മെറ്റീരിയൽ മാർക്കറ്റിൽ വെക്കുമ്പോൾ ആ മെറ്റീരിയൽ എന്താകട്ടെ, അത് വെക്കുന്ന അതിന്റെ ഓണർ, അതിന്റെ ഏജൻസി, ആ കമ്പനി ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രദ്ധയും പാലിച്ചുകൊണ്ട് അത് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടൊരു നാൾ വഴിയുണ്ട്. ആ നാൾ വഴി യഥാർത്ഥത്തിൽ കേരളത്തിൽ വളരെ ഭംഗിയായി അനാവരണം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ ചർച്ചക്കിടയിൽ പുറത്തു വന്ന വേറെ കുറെ സത്യങ്ങളുണ്ട്. ഈ ചർച്ചക്കിടയിൽ പുറത്തു വന്ന മുടി വിവാദം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്താന്ന് വെച്ചാൽ, ഞാനൊക്കെ വിചാരിച്ചിരുന്നത് മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ചില കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റിയ പരലോകത്ത് മാത്രമാണെന്നാണ്. ഭൂമിയിൽ വെച്ച് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമല്ലേ എന്നുള്ളത് തെളിയിച്ചു കൊടുക്കാൻ പറ്റും, ആയത്തും ഹദീസും വെച്ചിട്ട്, അല്ലെ? ആദർശപരമായ ഏത് വിഷയവും. പക്ഷേ കാന്തപുരം ഉസ്താദ്, പേരോട് അബ്ദുറഹിമാൻ സഖാഫി, അല്ലെങ്കിൽ പൊന്മള അബ്ദുൽ ഖാദർ മൗലവി, ഇവരൊക്കെ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു, സുഹൃത്തുക്കൾ ഒരിക്കലും വിഷമിക്കരുത്, നിങ്ങളെ പരലോകത്തിന് വേണ്ടി മാത്രം ഞാൻ പറയുന്നു. അവര് വളരെ കൃത്യമായി മുസ്ലിം സമൂഹത്തെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നത് വിചാരണയ്ക്ക് വാദിയും പ്രതിയും ആവശ്യമില്ലാത്ത, പ്രതി അവന്റെ രണ്ട് കൈകളും സംസാരിക്കുന്ന, കാല് സംസാരിക്കുന്ന, ചുണ്ടിന് സീൽ വെക്കപ്പെടുന്ന പരലോകത്തെ തെളിയുകയുള്ളൂ എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അല്ലെങ്കിൽ എന്നെ പോലെയുള്ള വെറും സാധാരണക്കാരായ ഈ പ്രസ്ഥാനത്തിൽ ആളുകൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഉസ്താദുമാർക്ക് ശമ്പളാണ് പ്രശ്നം, ഉസ്താദുമാർക്ക് ഇന്നതാണ് പ്രശ്നം എന്ന് ഭംഗിയായി ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാവുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഇവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതോടൊപ്പം വേറെയും ഞങ്ങൾ ഇവിടെ ഉന്നയിച്ച കുറെ അടിസ്ഥാന വിഷയങ്ങൾ അതും യഥാർത്ഥത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പറഞ്ഞ എന്താ അറിയോ? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയതും, അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരെ നെഞ്ചു കാണിച്ചു കൊടുത്തതൊക്കെ ഇന്ത്യയിൽ ജീവിക്കണ ആർക്കും അവരെ ലൈനും അവരെ ആദർശവും അവരെ കാഴ്ചപ്പാടും ഭംഗിയായി ജനങ്ങളെ മുന്നിൽ എങ്ങനെ വേണമെങ്കിലും വെട്ടിത്തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് എന്നാണ്. തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അത് അനുവദിക്കാതെ മുന്നോട്ട് പോയ ഒരു വിഭാഗവും ഒരു സമൂഹം ഇവിടെ ഉണ്ട്. മതപരമായത് ശരിയല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ തലം വെച്ചിട്ടും അത് ശരിയല്ല. മുജാഹിദുകളുടെ ആശയപ്രചാരണങ്ങളും പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ശക്തമായി സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ സ്വന്തം
കെട്ടിയുണ്ടാക്കിയ മൺചിറകൾ അത് ഒലിച്ചു പോകുമെന്ന് മനസ്സിലാകുമ്പോൾ, അത് തകർന്നു പോകുമെന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ ആയത്തും ഹദീസും കൊണ്ട് നേരിടുന്നതിന് പകരം പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ കേവലം ഉരുളങ്കല്ലിന്റെയും അതേപോലെ തന്നെ മസിൽ പവറിന്റെയും ബലത്തിൽ നേരിട്ട് പോകുന്ന ചരിത്രം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മുജാഹിദുകൾക്കതില്ല എന്നത് ഏതായാലും ഉറപ്പാണ്. മുജാഹിദുകൾക്കാരും കേൾക്കുന്നത് പേടിണ്ടാവില്ല. പക്ഷേ അങ്ങനെ കേൾക്കുന്നത് പേടിയുള്ള ചില ആളുകൾ മുജാഹിദുകളുടെ പേരിൽ നടക്കുന്നുണ്ടോ എന്ന് ഇവിടെ കക്കാട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. കാര്യങ്ങൾ കേൾക്കുമ്പോ സ്വന്തം തട്ടകവും സ്വന്തം പാളയവും ഒളിച്ചു പോകുമോ, അതല്ലെങ്കിൽ ആളില്ലാതെയായി പോകുമോ എന്ന് പേടിയുള്ളത് കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംഘടനാ ഓഫീസും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലെറ്റർ പേഡും അതിന്റെ സീലും ഉപയോഗിക്കുന്ന ചില ആളുകൾ കേൾക്കരുതെന്ന് തീരുമാനിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. സംശയമല്ല, അങ്ങനെ സർക്കുലർ കൊടുത്ത ചരിത്രമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ മുജാഹിദുകൾക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല. മുജാഹിദുകൾ ആരതും കേൾക്കും, ആരും പറഞ്ഞോട്ടെ, ആരും വിമർശിച്ചോട്ടെ, ആർക്കും ഇവിടെ മൈക്ക് പെർമിഷൻ കിട്ടും, ആർക്കും എങ്ങനെയും ഏത് നിലക്കും വിമർശിക്കാം എന്ന കാഴ്ചപ്പാടാണ് പാലിച്ചത്. അവിടെ ഞങ്ങൾ പറഞ്ഞത് എന്താ അറിയോ? നമ്മൾ വ്യക്തിപരമായ ആക്രമണത്തിന് പോണ്ട. നമ്മൾ എന്ത് ചെയ്യണ്ടു? നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, ഫിർഔന്റെ അടുത്ത് പോയിട്ട് പോലും മാന്യമായി വിഷയങ്ങൾ സംസാരിക്കാനാണ് നിർദ്ദേശിച്ചത്. അപ്പൊ അതുകൊണ്ട് മാന്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മതി എന്ന ആശയമാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെച്ചത്. ഈ വിവാദങ്ങളുടെ ചുഴിയിൽപ്പെട്ടപ്പോൾ, കാര്യങ്ങൾ വിശദീകരിക്കാൻ വാക്കുകൾ നഷ്ടപ്പെട്ടപ്പോൾ, കാര്യങ്ങൾ വിശദീകരിക്കാൻ പോയിന്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ, നാനാഭാഗത്തു നിന്നും ചോദ്യങ്ങളുടെ ചാട്ടുളികൾ വന്നപ്പോൾ, അതേപോലെ തന്നെ കേരളത്തിൽ അപ്രഖ്യാപിതമായ യോഗം ചേരാതെ രൂപപ്പെട്ട അതിശക്തമായ ഒരൈക്യം കാന്തപുരത്തെയും കാന്തപുരത്തിന്റെ കൂടെയുള്ളവരെയും പിന്നെ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലുണ്ടായി. കൂടിയ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമായിരുന്നു. പക്ഷേ അൾട്ടിമേറ്റ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യത്തെ സാധൂകരിക്കാൻ പലപ്പോഴും ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തത് വേറെ പലരും പറഞ്ഞു തന്ന സൗകര്യം ഉണ്ടായി എന്ന് മാത്രം. ചാനലുകൾ അതിൽ പങ്കെടുത്തു, മുസ്ലിം ഓർഗനൈസേഷനുകൾ അതിൽ പങ്കെടുത്തു, ബുദ്ധിജീവികൾ അതിൽ പങ്കെടുത്തു, നിരീശ്വരവാദികൾ അതിൽ പങ്കെടുത്തു, എല്ലാവരും പങ്കെടുത്തു. ഈ ചുഴിയിൽപ്പെട്ടപ്പോ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ അതേ കാര്യം തന്നെ ബഹുമാനനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് ഈ വിഷയകമായി കേരളത്തിൽ ആദ്യത്തെ മറുപടിയുമായി വന്ന പൂനൂരിൽ പറയേണ്ടി വന്നു. അതെന്താ? നമ്മൾ ഖൂലാലഹു ഖൗലൻ ലയ്യിന എന്ന് പറഞ്ഞാ പോരെ, തല്ലുംപിടിയൊന്നും നമ്മളെ രീതിയല്ല, തല്ലുംപിടിയൊന്നും നമ്മളെ രീതിയല്ല എന്ന് മൂപ്പര് പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ. അപ്പൊ ഇതിലൂടെ പുറത്തു വന്നൊരു വലിയ സത്യമാണത്. അദ്ദേഹം പറയട്ടെ. പറയുന്ന സമയത്ത് അല്ലാഹുവിന്റെ നിർദ്ദേശം ഖൂലാലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഏത് വ്യക്തിയായിരുന്നാലും എത്ര രൂക്ഷമായ വിമർശനം നടത്തിയവരാണെങ്കിലും നിങ്ങൾ ലളിതമായ ശൈലിയും അതുപോലെ വിനയത്തിന്റെ സ്വഭാവവും അതുപോലെ ലോലമായ സംസാരവും ആയിരിക്കണം എന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് ഞാൻ അതേ നിലക്ക് തന്നെ സത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടണം എന്ന നിലക്ക് ആ സീഡിക്ക് മറുപടി പറയുകയാണ്. മൂപ്പരിവിടെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു സീഡിക്കുള്ള മറുപടി വളരെ ലോലായിട്ടാണ് പറയുന്നത്. ഈ പേരോട് ഉസ്താദിനെ എന്റെ ബഹുമാന്യരായ സുന്നി സുഹൃത്തുക്കൾക്ക് അറിയാലോ. വേദിയിൽ കയറിയാൽ മുജാഹിദുകൾ അദ്ദേഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്യലെന്ന് അറിയാലോ. വേദിയിൽ കയറിയാൽ അദ്ദേഹത്തിന് എന്താണ് പറഞ്ഞുകൂടാത്തത്? വേണമെങ്കിൽ എനിക്ക് അദ്ദേഹം പറഞ്ഞതിന്റെ ബാക്കി ക്ലിപ്സുകൾ വേണമെങ്കിൽ ഇതാണ് പേരോടിന്റെ ലോലം, ഇതാണ് പേരോടിന്റെ മാന്യമായ ശൈലി, ഇതാണ് പേരോടിന്റെ ഭാഷ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇട്ട് കലക്കാം. ഞാനതിട്ട് കലക്കാതെ തന്നെ എന്റെ ബഹുമാനരായ സുന്നി സുഹൃത്തുക്കൾക്ക് അറിയാം, ഞങ്ങളെ പ്രസംഗം കേൾക്കുന്നതിലേറെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെതാണല്ലോ കേട്ടത്. എങ്ങനെ ഒതുക്കം വന്നത്? എങ്ങനെയാണ് ഇങ്ങനെ ഒതുക്കം വന്നത്? എവിടുന്നാണ് ഈ ഒതുക്കം കിട്ടിയത്? ഈ ഒതുക്കം എത്ര ദിവസം ഉണ്ടാകും എന്നറിയില്ല. പക്ഷേ അദ്ദേഹത്തിന് സംഗതി പറയേണ്ടി വന്നല്ലോ. ആശയങ്ങളെ നേരിടുമ്പോ മാന്യമായി നേരിട്ടാൽ മതി. അതിന് പോലീസ് സ്റ്റേഷനും, അതിന് കത്തിയും, അതിന് ചാട്ടുളിയും, അതിന് ബോംബും, അതിന് മസിൽ പവറും, അതിന് കല്ലും, അതൊന്നും നമ്മളെ സ്റ്റൈലല്ലാന്ന് ഉസ്താദ് കുട്ടികൾക്ക് ഫത്വ കൊടുത്തു കഴിഞ്ഞു. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. എന്തിലെന്നറിയോ? ഓരോ പ്രദേശത്തും പരിപാടി വെക്കുമ്പോ ഇനി മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ടെൻഷന്റെ പ്രശ്നമല്ല. എന്താ? പേരോടിന്റെ നിർദ്ദേശമെങ്കിലും മിനിമം കേൾക്കുമല്ലോ സുന്നി സുഹൃത്തുക്കൾ. അപ്പൊ ഞങ്ങളെ സുഹൃത്തുക്കൾക്ക് എവിടെയും പരിപാടി വെക്കാം. ഞങ്ങളൊരു പരിപാടി തീരുമാനിച്ചാൽ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കലാണ്, പടച്ചോനെ അടിയും ബഹളമൊന്നും ഉണ്ടാകരുത്. അടി കൊള്ളണത് വിചാരിച്ചിട്ടല്ല,
നാട്ടിൽ ഈ അടി കൊള്ളണോനും ചവിട്ടണോനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഞരമ്പ് പൊട്ടിയ സുഹൃത്തുക്കളെ ഒരു കുടുംബമല്ല അനാഥമാകുന്നത്. അവിടെ ആശയ പ്രചാരണത്തിനുള്ള അവകാശമല്ലേ നിഷേധിക്കപ്പെടുന്നത്. അപ്പോ വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു സത്യം പുറത്തു വന്നതിൽ. എന്താ, ഓരോരുത്തരും പറയാനുള്ളതൊക്കെ പറയട്ടെ, മൊത്തം വിശദീകരിക്കട്ടെ. അതിന് സീഡിക്ക് മറുപടി പറയുമ്പോൾ വളരെ മാന്യമായി, വളരെ ഉഷാറായി, വളരെ ഗംഭീരമായി അതിലെ വിഷയങ്ങളെ വിമർശിച്ചുകൊണ്ട്, അല്ലെ, വ്യക്തിനെ വിട്ടിട്ട് വിഷയങ്ങളെ വിമർശിച്ചുകൊണ്ട് ഉഷാറായി പറയണം എന്ന ഞങ്ങളുടെ ലൈൻ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ കേരളത്തിൽ കാണുമെന്നാണ് മനസ്സിലാകുന്നത്. എന്താണെങ്കിലും ഉള്ളിലുള്ള ചർച്ചകളിൽ കടിച്ചു പറിച്ച ദൈവത്തിന്റെ രീതി നിർത്തണം എന്ന ചർച്ച മുശാവറയിലടക്കം വന്നിട്ടുണ്ട് എന്ന സ്വകാര്യ വെളിപ്പെടുത്തലുകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു. ഇതാണ് ഒന്ന്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താ അറിയോ? മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വ്യാപകമായി പറഞ്ഞൊരു കാര്യം, കൂട്ടരെ, കാലിയും കീലൊന്നും പറ്റൂല. എവിടെങ്കിലും കിതാബിന്റെ വക്കത്ത് എഴുതി വെച്ചത് എടുക്കലല്ല നമ്മളെ പണി. നമ്മളെ പ്രമാണം എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണേ, വഅതിഉർ റസൂല, നിങ്ങൾ റസൂലിനെ അനുസരിക്കണേ, വഉലിൽ അംരി മിൻകും, നിങ്ങളിലെ കൈകാര്യകർത്താക്കളായ ആളുകളെയും നിങ്ങൾ അനുസരിക്കണേ. ആരെയും അനുസരിക്കാത്ത, ഒരാളോടും ഉത്തരവാദിത്തങ്ങളില്ലാത്ത, എല്ലാവരെയും വെല്ലുവിളിച്ച് നടക്കുന്ന ഒരാളായിട്ടല്ല നിങ്ങൾ മാറേണ്ടത്. മതത്തിന്റെ കാര്യത്തിൽ അള്ളയും റസൂലുമുണ്ട്. ഭൗതിക കാര്യങ്ങളിൽ, ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉലിൽ അംറുമുണ്ട്. എന്നിട്ട് നിങ്ങൾക്കിടയിൽ തർക്കം വരികയാണ്. ഫൈൻ തനാസഅതും ഫീ ശൈഇൻ, മതത്തിൽ നിങ്ങൾക്ക് വല്ല വിഷയത്തിലും തർക്കമുണ്ടെങ്കിൽ ഫറുദ്ദൂഹു, ആ തർക്കത്തെ നിങ്ങൾ മടക്കണേ. എങ്ങോട്ട്? ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക്. അതേപോലെ തന്നെ ഇലല്ലാഹി വർ റസൂൽ, റസൂലിലേക്ക്. ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് ഉത്തമം. വഅഹ്സനു തഅ്വീലാ, അതിനാണ് ഏറ്റവും നല്ല പര്യാവസാനവുമുള്ളത്. ഇതാണ് മുജാഹിദുകൾ പറഞ്ഞത്. അതിനാണ് മുജാഹിദുകൾ ഖുർആൻ പരിഭാഷ നടത്തിയത്. അതിനാണ് മുജാഹിദുകൾ ഹദീസ് ട്രാൻസ്ലേഷൻ നടത്തിയത്. അതിനാണ് മുജാഹിദുകൾ ഖുർആൻ ലേണിംഗ് സ്കൂളുകൾ തുടങ്ങിയത്, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ ആരംഭിച്ചത്, ഒക്കെ ചെയ്തത്, അല്ലേ? അപ്പൊ സമസ്ത പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? സമസ്ത പറഞ്ഞുകൊണ്ടിരുന്നത് തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തുൽ ഖുർആൻ, ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതിൽ നിന്നും നിങ്ങൾക്ക് മുന്നറിയിപ്പ്. ഇത് മലയാളത്തിലുള്ള ബുക്ക്, അറബിയിലുള്ള ബുക്കല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ സുഹൃത്തുക്കളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോന്ന് പരിശോധിക്കണം. ഉണ്ടോ എന്ന് സുഹൃത്തുക്കളെ ചെക്ക് ചെയ്യണം. അല്ലെങ്കിലോ യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ, നരകത്തിൽ മുഖം കുത്തി വീടുന്ന അന്ന് പറയേണ്ടി വരും, യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂൽ, ഞങ്ങൾ റസൂലുള്ളാഹിനെയും അല്ലാഹുവിനെയും അനുസരിച്ചിരുന്നെങ്കിൽ, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, അങ്ങനെയും പറയേണ്ടി വരും. അങ്ങനെ പറയുന്ന ഒരു കക്കാട് ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പരിപാടി വെച്ച്, ആളെ കാണിക്കാനല്ല, ശക്തി തെളിയിക്കാനല്ല, ഒരാളും തെറി വിളിക്കാനല്ല. ഞാൻ അങ്ങനെ ആരെങ്കിലും തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ പോണ പോക്കിൽ നിങ്ങൾ വന്നിട്ട് പറയണം, നിങ്ങളെ പറഞ്ഞാൽ ശരിയായില്ല. മനുഷ്യനല്ലേ, ചിലപ്പോ വരിയിലും വാചകത്തിലൊക്കെ പ്രശ്നങ്ങൾ വരാം. അള്ളാഹു നല്ല നിലക്ക് കാര്യങ്ങൾ പറയുന്നവരാക്കി നമ്മളെ മാറ്റുമാറാകട്ടെ. അപ്പോ നമ്മൾ ബുദ്ധി പ്രയോഗിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു, കേട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നരകത്തിലേക്ക് മറിഞ്ഞു വീടിന്റെ മുമ്പ് പറയുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകരുത്. അതുകൊണ്ട് തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തുൽ ഖുർആൻ എന്ന പുസ്തകം മലയാളത്തിലുള്ളതാണ്. അതിലുള്ള എന്താ അറിയോ? സൂറത്തുൽ ഫാത്തിഹന്റെ പോലും അർത്ഥം പഠിക്കേണ്ടതില്ല എന്നാ, അത് സുന്നത്തില്ലാന്ന, അതിന് പ്രത്യേക പുണ്യമില്ലാന്ന. 114 അധ്യായത്തിൽ ആകെ ഓതേണ്ടത് സൂറത്തുൽ ഫാത്തിഹ ആണെന്നാ നമ്മൾ പറഞ്ഞപ്പോ അവിടുന്ന് ഇങ്ങനെ പോന്ന് ഖുർആന് പ്രമാണമെന്നുള്ളിടത്തേക്ക് എത്തി, അല്ലെ? ഹദീസ് 4 മദ്ഹബിൽ ഇല്ലാത്ത ഒരു കാര്യം ഹദീസിലും സ്വഹാബത്തിന്റെ വാക്കിലും കണ്ടാലും അത് സ്വീകരിക്കേണ്ടെന്ന നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ പുസ്തകത്തിലുള്ളത്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എഴുതിയത്. അവിടുന്ന് ആയത്തും ഹദീസൊക്കെ തെളിവോതിനടുത്തേക്ക് സമസ്ത എത്തി. അപ്പോ ലൈഫായ ഹദീസ് കണ്ടമാഹൻ ഓതാൻ തുടങ്ങി. തലങ്ങും വലങ്ങും മൗളൂഉം ലൈഫുമായ ഹദീസുകൾ. അപ്പൊ നമ്മൾ പഠിപ്പിച്ചു, ജനങ്ങളെ സനദ് വേണം, പരമ്പര വേണം. എന്താ പരമ്പര എന്ന് പറഞ്ഞാൽ? ഒരു ഹദീസ് നബി പറഞ്ഞു, അവിടുന്ന് സഹാബി കേട്ടു, അവിടുന്ന് അടുത്താള് കേട്ടു, അവിടുന്ന് അടുത്താള് കേട്ടു. ആ പരമ്പരയിൽ ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് വളരെ കൃത്യമായി വിശദാംശങ്ങൾ എഴുതിയിട്ടുണ്ട്. കൂട്ടരെ, നമുക്ക് വല്ലതും അറിയോ? അത്ഭുതങ്ങളുടെ മഹാ അത്ഭുതം. സനദിൽ നിങ്ങൾ അബ്ദുള്ള എന്നൊരു വ്യക്തിയെ കണ്ടു. ആ അബ്ദുള്ള ആരാണ് എന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എങ്ങനെ? അബ്ദുള്ളാന്റെ ഉസ്താദ് ആരാ നോക്കും,
അപ്പൊ അബ്ദുള്ളാന്റെ ഉസ്താദ് മുഹമ്മദ് ഉസ്താദുള്ള 5 അബ്ദുള്ളമാരുണ്ട്. ശരി, ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ സനദിലുള്ള അബ്ദുള്ള ആരാണ്? അപ്പൊ ശിഷ്യന്മാരെ നോക്കും. അപ്പോ ശിഷ്യനാരാ? പിന്നെ അബ്ദുറഹ്മാനാണ്. അബ്ദുറഹ്മാൻ ശിഷ്യനായ 2 അബ്ദുള്ളമാരുണ്ട് എന്ന് മനസ്സിലാകും. ഇങ്ങനെ നോക്കുമ്പോ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും സാങ്കേതിക വിദ്യയും സോഫ്റ്റ്വെയറും ഇല്ലാത്ത കാലത്ത് അത്ഭുതകരമായി ക്രോഡീകരിക്കപ്പെട്ട് എഴുതപ്പെട്ട റിജാലുൽ ഹദീസ് അവരുടെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഹദീസിന്റെ ദുർബലതയും ബാക്കിയൊക്കെ നോക്കിയിട്ടേ നമ്മൾ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇമാമിയങ്ങൾ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ഉണ്ടായത്. 4 ഒരാളെ തഖ്ലീദ് ചെയ്തു പോന്നതല്ല. അതുകൊണ്ട് സനദ് നോക്കണം എന്ന് നമ്മൾ പറഞ്ഞു. മുടി വിവാദത്തിൽ പുറത്തു വന്ന ഏറ്റവും വലിയ 2ാമത്തെ സത്യം എന്താ അറിയോ? സനദ് നോക്കണം. സനദില്ലാത്തത് പറ്റൂല. അൽ ഇസ്നാദു മിനദ്ദീൻ, അല്ലെങ്കിൽ അവിൽ അസ്നാദു മിനദ്ദീൻ, സനദ് ദീനിൽപ്പെട്ടത് തന്നെയാണെന്ന് കാന്തപുരത്തെ കൊണ്ട് പറയിക്കാൻ അൽഹംദുലില്ലാഹ് മുജാഹിദുകളെ കൊണ്ട് കഴിഞ്ഞു. ബഹുമാന്യനായ കാന്തപുര എ പി അബൂബക്കർ മുസ്ലിയാർ അത് പറയട്ടെ. പരമ്പര, ആ പരമ്പര ഉള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതെ, കണ്ടോ, സനദ് അഥവാ പരമ്പര അത് ഉള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അത് ഏത് വിശുദ്ധീനുമായി ബന്ധപ്പെട്ട ഏതിനും സനദ് വേണം. സനദില്ലേ ദീനിൽ ഒന്നും സ്ഥിരപ്പെടുകയില്ല. ഇനി ഈ ബർക്കത്തൊക്കെ ദീനല്ലേ? അത് മജീദ് പറഞ്ഞാൽ മതി. ദീനാണോ? ഈ തെളിവാണ് അതിനേറ്റവും വലിയ തെളിവ്. ഫൈസൽ മുസ്ലിയാർ കുറച്ച് വിവരം ഉണ്ടെന്ന് അറിഞ്ഞു. അത് ഏതാ? കാരണം സുന്നി ആയതുകൊണ്ട് ആദ്യം സുന്നി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് അപ്പൊ ഹദീസ് വായിച്ചത് കാന്തപുര എ പി കുറിച്ചാരെ ഓല് മുഖാമുഖം നടത്തുമ്പോൾ നിങ്ങൾ ചോദിച്ചവർക്ക് അവസരം ഉണ്ടല്ലോ, ചോദിക്കുക. എനിക്ക് ദീനിന്റെ നിയമം അറിയണ്. ഇപ്പൊ നിങ്ങളൊരു ഹദീസ് ഓതി ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ്, അതുകൊണ്ട് നിങ്ങളെ വ്യാഖ്യാനം എന്റെ വ്യാഖ്യാനം വേണ്ട, നമ്മൾ രണ്ടാളും ഖിയാസ് ചെയ്യണ്ട. കാരണം അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഹദീസ് പണ്ഡിതന് പ്രാമാണികമായി നമ്മൾ അംഗീകരിക്കുന്ന ഈ ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് വലിയ അബദ്ധം അവിടെ പറഞ്ഞത്. ഒരു സംസാമുള്ള മർക്കത്തണി സനദ് കാണ്ടിരും. അങ്ങനെ നിങ്ങൾ പിന്നെ ഫൈസൽ മുസ്ലിയാരെ പിതാവിനെ ബഹുമാനിക്കേണ്ടി സനദ് കണ്ടിരും. അങ്ങനെ ബറക്കത്തെടുക്കുന്ന കാര്യത്തിന് ഈ ഹദീസ് വ്യാഖ്യാനം, നിങ്ങളെ വ്യാഖ്യാനം എനിക്ക് കേൾക്കണ്ട, എന്റെയും കേൾക്കണ്ട. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പണ്ഡിതന് ഇന്നമദ്ദീനു ബിൽ ഇസ്നാദില് ബർക്കത്തെടുക്കാൻ പറ്റും. തബറുക്കായ വസ്തു ബർക്കത്തെടുക്കാൻ ഈ ഇന്നമദ്ദീനു ബിൽ ഇസ്നാദിൽ പെടുന്നതാണ്. ആ ഭാഗം വായിച്ചാൽ മതി. അതുകൊണ്ട് കൂടുതൽ നീട്ടിപ്പോണ്ട, അത് വായിച്ചോളി. അപ്പൊ ദീനിൽപ്പെട്ടതല്ല സനദ്. തബറുക്ക് തങ്ങൾ പറഞ്ഞത് ഇന്നമദ്ദീൻ ഇസ്നാദ്, ദീന് സനദ് കൊണ്ടാണ്. മുടിയുമായി ബന്ധപ്പെട്ട ബർക്കത്തുകൾ ദീനാണോ? ദീനല്ലേ? ഇനി അത് കിതാബിലുണ്ടോ? ഇനിയിപ്പോ അതിന്റെ എന്ത് ചെയ്യും? വേറൊരുത്തും വേറെ സാധനം കൊണ്ടുവരിക. നേരത്തെ നമ്മൾ കണ്ടു സാദുൽ റാത്തീബ്, അതിന് നമ്മൾ സനദ് വെച്ചു. അപ്പൊ മജീദ് എന്ത് പറയാ? ഈ ഹദീസ് വെച്ചിട്ട് സാദുൽ റാത്തീബിന് സനദ് വേണമെന്ന് ഏത് കിതാബിലുള്ളത്? അപ്പൊ വേറെ ചങ്ങായി നബിദിനാഘോഷത്തെ സനദ് വേണം നമ്മൾ പ്രസംഗിച്ചപ്പോ ഈ സനദ് ഹദീസ് വെച്ചിട്ട് നബിദിനാഘോഷത്തെ സനദ് വേണമെന്ന് എവിടെയുള്ളത് വെച്ചു. അങ്ങനെ ഇസ്ലാമിന്റെ ഓരോ കാര്യം എണ്ണി പറഞ്ഞെങ്കിൽ ഈ ഹദീസിനൊക്കെ ബാധകാവൂന്നാണോ? അതോ ദീൻ എന്നത് സനദ് പ്രകാരമാണ്? എന്റെ ബാപ്പാനെ ബഹുമാനിക്കണോ? സനദ് വേണം. സനദുണ്ട്, രണ്ടത്തും സനദുണ്ട്. എങ്ങനെ? ഒന്ന് ബാപ്പന് സനദ് നിൽക്കാൻ ശരിയല്ല, മറ്റൊന്ന് ബാപ്പാനെ ബഹുമാനിക്കാൻ അല്ലാഹു റസൂലും പഠിപ്പിച്ച സനദുണ്ട്. എന്താ മജീദ് മനസ്സിലാക്കിയത്? അവനാന്റെ ഉമ്മാനും ബാപ്പാനും ബഹുമാനിക്കാൻ അല്ലാഹും റസൂലും പഠിപ്പിച്ച സനദൊത്ത സംശയമില്ലാത്ത ആയത്തും ഹദീസും ഉണ്ട്. അതുകൊണ്ടാണ് ബഹുമാനിക്കുന്നത്. അല്ലെങ്കിൽ അതിന് ബഹുമാനിക്കാൻ പോകും. അല്ലാഹ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ ദീനും അതും ബന്ധമില്ലല്ലോ. അപ്പൊ ഉമ്മയും ബാപ്പയും തമ്മിലുള്ള ബന്ധം എന്താ? ദീനിലുണ്ട് അതിന്റെ ഒരു വശം. ആ വശം ഇവിടുന്ന് വന്നു. അല്ലാഹും റസൂലും പഠിപ്പിച്ച സനദുള്ളതുകൊണ്ട് എല്ലാം അങ്ങനെ തന്നെ. മക്കളെ വളർത്തുന്ന വിഷയം അത് ദീനിയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. എവിടുന്ന് കിട്ടി? സനദുൽ ഹദീസിലും ആയത്തിലും വന്നു. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ബഹുമാനിച്ചു പോവുക അങ്ങനെയാണോ മജീദൊക്കെ? അപ്പൊ ദീനിന്റെ ഭാഗമായി എന്തൊക്കെയുണ്ടോ അവിടേക്ക് എല്ലാം ഈ ഹദീസ് ബാധകമാണ്. എല്ലാം ഇന്നമദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനായി എന്തൊക്കെയുണ്ടോ അതൊക്കെ സനദ് പ്രകാരമാണ്, അല്ലാത്ത ഒന്നുമില്ല. എന്നിട്ടാ പറഞ്ഞു ഇസ്നാദു. ആ റിവായത്ത് പറഞ്ഞ ഇബ്നു മുബാറക്ക് തന്നെ പറയുന്നു വലൗലൽ ഇസ്നാദു, സനദ് പറയുക എന്ന ഏർപ്പാടില്ലായിരുന്നുവെങ്കിൽ ലഖാല മൻ ശാഅ മാ ശാഅ, ഇഷ്ടമുള്ളവൻ ഇഷ്ടമുള്ളത് പറയുമായിരുന്നു. അപ്പൊ ദീനിന്റെ പേരിൽ ഇഷ്ടമുള്ളവനൊക്കെ ഇഷ്ടമുള്ളതെല്ലാം പറയാതിരിക്കാനുള്ള ഏർപ്പാടാ ഇസ്നാദ്. അത് ഫൈസൽ മുസ്ലിയാർക്ക് വീടുണ്ടായാലും ഇല്ലെങ്കിലും അത് ദീനിന്റെ അസുല. അതുകൊണ്ടാണ് കാന്തപുരം മുസ്ലിയാർ പറഞ്ഞ സനദ് നിലനിൽക്കാൻ പറ്റുള്ളൂ.
അപ്പൊ കാന്തപുരം പറഞ്ഞു അവിടെ പോയി ചോദിച്ചോളീനാ, നിങ്ങൾ കാന്തപുരത്തിനെ വിട്ടോ? അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓരോന്നും വിടുക. ഞാൻ കാണിച്ചരാ, ഓരോന്നും ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ പുതിയ സെൻസിങ് മജീദ് കാണുന്നത് നല്ലതാ. ഈ സെൻസിങ് പുതിയതാ. കാന്തപുരം ഉസ്താദിന്റെ പെരുന്നാൾ സന്ദേശം മൂപ്പര അഭിമുഖം കൊടുത്ത് പേജുകളോളം മൂപ്പര ഒരുപാട് സംഗതികൾ പറഞ്ഞ സെൻസിങ് ആണ്. ഈ സെൻസിങ് മാസിക എന്നാ സുന്നി വോയിസിൽ പറയാം. ഈ മുടി മുച്ചപ്പാടും ബഹളൊക്കെ വന്നപ്പോ സെൻസിങ് എവിടെ നിൽക്കുന്നു, സുന്നി വോയിസ് എവിടെ നിൽക്കുന്നു, ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട്. ആ സുന്നി വോയിസില് ഒരു സ്പെഷ്യൽ അറിയിപ്പ്, അതെന്താ, ഒരു പ്രത്യേക കോളമായി തന്നെ, പ്രത്യേക പെട്ടിക്കോളമായിട്ട് തന്നെ ഒരു അറിയിപ്പ് സെൻസിങ്ങുമായി ബന്ധപ്പെട്ട്. എന്താ സെൻസിങ്ങിന് നിയമപാലകര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞു. നമുക്ക് അവസാനിപ്പിക്കാം. സെൻസിങ്ങിന് പ്രസ്ഥാനവുമായി ബന്ധമില്ല. എന്നിട്ട് പറയാം, കോഴിക്കോട് സെൻസിങ് എന്ന പേരിൽ പുറത്തിറങ്ങുന്ന പ്രസിദ്ധീകരണം യാതൊരു പരിചയമില്ല കേട്ടോ. സെൻസിങ് എന്ന പേരിൽ പുറത്തിറങ്ങുന്ന പ്രസിദ്ധീകരണവുമായി പ്രസ്ഥാനത്തിന് ബന്ധമില്ലെന്നും അതിന് വേണ്ടി സംഘടനയ്ക്ക് ബന്ധമില്ല എന്നാണ് വ്യാഖ്യാനിക്കാം. എന്നിട്ടെന്താ, ഇതിൽ വരുന്ന വാർത്തകളും വിശകലനങ്ങളും മറ്റുമായും സുന്നി പ്രസ്ഥാനത്തിന് ബാധ്യത ഇല്ലെന്നും SYS സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് അറിയിച്ചു. അപ്പൊ ഇതിന് വരുന്ന വാർത്തയ്ക്കൊന്നും സുന്നി പ്രസ്ഥാനമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പൊ ഇത് ആരുടെ വഹാബിയാളുടെ സെൻസിങ് എന്ന ഏപ്പിക്കാരുടെ മാസിക ഒരു സംഘടന ഔദ്യോഗികമായി ഇറക്കണമല്ല എന്നുള്ളൂ. ഈ സെൻസിങ്ങിന് ഈ പുതിയ ലക്കത്തിലും കാന്തപുരത്തിന്റെ അഭിമുഖമുണ്ട്. കാന്തപുരം മാത്രമല്ല അവിടുന്ന് അങ്ങോട്ട് വലിയ വലിയ നേതാക്കന്മാരെ കൊണ്ടെടുക്കുന്ന ഒട്ടുമിക്ക ആളുകളുമായി ബന്ധപ്പെട്ടുള്ള അഭിമുഖവും മറ്റുമെല്ലാം കൊടുത്ത സെൻസിങ്. എന്നിട്ട് പറയാ, സെൻസിങ് എന്ന പേരിൽ പുറത്തിറങ്ങുന്ന പ്രസിദ്ധീകരണം സുന്നി പ്രസ്ഥാനത്ത് ബന്ധമുള്ളതല്ല, അതിൽ വന്ന ആശയൊന്നും സുന്നി പ്രസ്ഥാനത്തിന് ബന്ധമില്ല. അപ്പൊ എന്തേ കാരണം ഒന്ന് SYS ഓഫീസ് എന്നാണ് ഇറങ്ങണത്. നമ്മുടെ നിയമപാലകര് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാവശ്യപ്പെട്ടതുകൊണ്ടാണ്, നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ അതേ പറഞ്ഞത് 10 മണിക്ക് അവസാനിപ്പിക്കുന്നത് പറഞ്ഞാണ് നമ്മൾ എന്നാലും പരമാവധി നീട്ടാമെന്ന നിലക്കാണ് കൊണ്ടുപോയത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടാകും, അവിടെ നമ്മൾ മാനിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇനിയും വേണമെന്ന പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനിയും ധാരാളം മുഖാമുഖങ്ങൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടതുണ്ട്, മറ്റു പ്രോഗ്രാമുകളുണ്ട്. ഇതെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തുക. അങ്ങനെ എല്ലാ നന്മയിലും നമ്മൾ പങ്കാളികളായി പരമാവധി മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളുമായി ജീവിക്കാൻ ശ്രമിക്കുക. ഇത്തരം കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ശരിയായ ദീനിന്റെ ആശയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരാൻ തയ്യാറാവുക. റഹ്മാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.